കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഒരുപാട് മനുഷ്യർ ജീവിത പങ്കാളിക്ക് വേണ്ടി, അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ നമ്മളും പ്രാർത്ഥിക്കും. പക്ഷെ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന സ്വീകാര്യമാകുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല, വൈകുന്നു. കാരണം എന്താണ്? ദൈവവചനം നമ്മളോട് പറയുകയാണ്, നമ്മൾ പലവരും സ്വീകാര്യരല്ല എന്ന് പറയുന്നു. എല്ലാവരുമല്ല, പലരും സ്വീകാര്യരല്ല. എന്തുകൊണ്ടാണ്? അതിന് വചനം പറയുന്നത് ഇങ്ങനെയാണ്. ജെറമിയായുടെ പുസ്തകം 14-ാം അധ്യായം 10-ാമത്തെ തിരുവചനത്തിൽ പറയുകയാണ്, കാലുകളെ അവർ നിയന്ത്രിച്ചില്ല, അതുകൊണ്ട് അവർ കർത്താവിനെ സ്വീകാര്യരല്ല. കാലുകളെ നിയന്ത്രിച്ചില്ല എന്ന് പറയുമ്പോൾ, നമ്മൾ ഫുട്ബോളൊക്കെ കളിക്കുമ്പോൾ ചിലപ്പോൾ ചിലരെ ഇടക്കാലിട്ട് അവരെ വീഴ്ത്തുക, അല്ലെങ്കിൽ പന്ത് കിട്ടാൻ വേണ്ടി ഓരോ തന്ത്രങ്ങളിലൂടെ ചില മറ്റുള്ളവരെയൊക്കെ ഉപദ്രവിക്കുക, അങ്ങനെയല്ല. അതും പെടും ഇതിൽ. കാരണം കാലുകൾ നന്മയിലേക്ക് നയിക്കുന്ന പാദങ്ങളായിരിക്കണം. എൻ്റെ പാതയിൽ വെളിച്ചവും പാതയിൽ പ്രകാശവുമാണ്. എൻ്റെ കാലുകൾക്ക് ഈ പാതയിൽ വെളിച്ചമാണ് ഈ ദൈവവചനം. പക്ഷെ നമ്മുടെ ഈ ദൈവവചനമാകുന്ന, അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ നമ്മുടെ കാലുകളെ നാം മുന്നോട്ട് കൊണ്ടുപോയില്ല എങ്കിൽ, പല പ്രാവശ്യം പറയുന്നുണ്ട്, ഭയങ്കര വിശാലമായ വീതിയേറിയ വഴികളിലൂടെ ആളുകൾ ധാരാളം, ഇടുങ്ങിയ വഴികളിലൂടെ നിങ്ങൾ പോകുവിൻ. അത് ക്ലേശവും കഷ്ടപ്പാടൊക്കെയാണ്. പക്ഷെ അതിൻ്റെ അവസാനം ദൈവം നമുക്ക് തന്നെ ഒരുപാട് അനുഗ്രഹമാണ്. അപ്പോൾ നമ്മുടെ കാലുകളെ നമ്മൾ നിയന്ത്രിക്കണം, നന്മയിലേക്ക് നയിക്കണം. നല്ല വഴിയിലൂടെ കടന്നു പോകണമെന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായ വഴിയിലൂടെ പോകണമെന്നല്ല, ലക്ഷ്യം നല്ലതായിരിക്കണം. എൻ്റെ ലക്ഷ്യം നന്മയായിരിക്കണം. ആ ലക്ഷ്യം പലപ്പോഴും പഠിക്കാൻ പോകുന്ന കുട്ടികൾ സിനിമ കാണാൻ പോയാലും പ്രേമിക്കാൻ പോയാലും അവരുടെ കാലുകളെ അവർ നിയന്ത്രിച്ചിട്ടില്ല എന്നുള്ളതാണ്. പഠിക്കാനായിട്ട് സ്കൂളിലേക്ക് വിട്ട കൊച്ച് പ്രേമിക്കാൻ പോയി, അവരതിനുമായി ബന്ധപ്പെട്ട് കറങ്ങി നടക്കുക. സ്കൂളിൽ ക്ലാസ് കട്ട് ചെയ്ത് അവർ സിനിമ കാണാൻ പോവുക, അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിലേക്ക് കറങ്ങി നടക്കുക. കാലുകളെ നിയന്ത്രിച്ചില്ല, അതുകൊണ്ട് കർത്താവിന് അവർ സ്വീകാര്യരല്ല. അതുകൊണ്ട് നമുക്ക് ആത്മശോധന ചെയ്യാം. നമ്മുടെ കാലുകളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ കാലുകൾ നന്മയിലേക്ക് നയിക്കുന്നതാണോ? കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ നോമ്പ് കാലത്ത് പ്രാർത്ഥിക്കാൻ, ദൈവമേ ശക്തിപ്പെടുത്തണമേ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ കാലുകളെ നിയന്ത്രിക്കാൻ, നന്മയിലേക്ക് നയിക്കപ്പെടുവാൻ ഞങ്ങളുടെ പാദങ്ങൾക്ക് അവിടുന്ന് വെളിച്ചം നൽകണമേ എന്ന് പറയുന്നു. കർത്താവെ, ഞങ്ങളുടെ പാതയിൽ അവിടുന്ന് വെളിച്ചമാകണമേ. പക്ഷേ ഞങ്ങളുടെ കാലുകൾ ആ നന്മ നിറഞ്ഞ വഴികളിലൂടെ നടക്കാൻ, ഈശോയാണ് വഴി, ഈശോയാണ് ജീവൻ, ഈശോയാകുന്ന വഴിയിലൂടെ നടക്കാൻ ഈ കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണം. താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. നിന്റെ ശീതളത്താഴ്വരയിൽ നിന്റെ മോഹനപ്പൂവനിയിൽ ഇനി ഞാനുറങ്ങട്ടെ യേശുനാഥ, ഞാനിറക്കട്ടെ എൻ ദുഃഖഭാരം. നിന്റെ ശീതളത്താഴ്വരയിൽ നിന്റെ മോഹനപ്പൂവനിയിൽ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.